പ്രത്യേകിച്ച് വലിയ റീസണൊന്നും ഇല്ലാതെ മനസ്സിന് വലിയൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? അപ്പോൾ അതാ അങ്ങനെ കുറച്ച് ദിവസങ്ങളിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്റ്റേക്കേഷൻ, അതിൻ്റെ പ്രിപ്പറേഷൻ, പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള എൻ്റെ എനർജിയാണത്. മനസ്സിന് വല്ലാത്തൊരു ഹെവിനെസ് കേട്ടോ. അതെങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞുതരാമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കൊരു പരിഹാരം ഉണ്ടാവുമല്ലോ, പക്ഷെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യൂഷ്വലി ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഞാൻ എഴുതാറാണ് കേട്ടോ പതിവ്. ഓരോന്ന് എഴുതി നോക്കും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് അപ്പം എനിക്കൊരു ക്ലാരിറ്റി കിട്ടാറുണ്ട്. പക്ഷെ ഇത്തവണ എഴുതുമ്പോൾ പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് എന്നുള്ളത്. ഞാൻ പിന്നെ ഏട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച്, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് മേ ബി ഇതുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ഡൗൺ ആയിരിക്കുന്ന സമയത്തൊക്കെ ഷോപ്പിംഗ് കുറച്ചുകൂടിയൊക്കെ നമ്മുടെ ആ ഒരു പെട്ടെന്നൊരു ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് പൊതുവെ തന്നെ കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പിംഗ്, പിന്നെ നമ്മളൊരു മൊത്തത്തിലൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ അതൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ പൊതുവേ തന്നെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണാറുണ്ട് കേട്ടോ. ഈവൻ ചെറിയ പ്ലാനിങ് പോലും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നില്ല. ഒരു കുഴപ്പമില്ല കേട്ടോ. ശരിക്കും നോക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും എന്തോ ഒരു പ്രശ്നം. കുറച്ചധികം നാളായിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു സാധനത്തിനോട് നമുക്കൊരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് തോന്നുമല്ലേ? അങ്ങനെ ഒരു സാധനമാണ് ദാ ഈ ഒരു ട്രോളി ബാഗ് കേട്ടോ. കാണുമ്പോൾ അത്യാവശ്യം ഡാമേജ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ എയർപോർട്ടിൽ ലഗേജ് ഒക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ എറിഞ്ഞും താഴെയിട്ടൊക്കെ കുറച്ച് പരിക്ക് അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗ് നമ്മൾ ഇതിന്റെ ഹാൻഡിൽ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു സന്തത സഹചാരിയാണ് ഇയർപോഡ്സ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ എന്തെങ്കിലും പോഡ്കാസ്റ്റ് കേട്ടോണ്ട്, അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഫിലിം കണ്ടുകൊണ്ട്, അങ്ങനെയൊക്കെയാണ് കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ഒക്കെ ആണെങ്കിലും ഞാൻ ചെയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൗണ്ട് കോറിൻ്റെ ഈ ഒരു ഹെഡ്സെറ്റ് എൻ്റെ ഫേവറേറ്റ് ഹെഡ്സെറ്റ് ആയിരുന്നു. ഇതിന് ചാർജ് കയറുന്നില്ല. അതെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വാറൻറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ ഇതൊന്ന് മാറ്റിയെടുക്കാനായിട്ടുണ്ട്. പോകുമ്പോൾ ആദ്യം തന്നെ പാറുവിനെ ഡേ കെയറിൽ വിടണം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാലോ എന്തിനോ വാശി പിടിച്ച് പിണങ്ങിയിരിക്കുകയാണെന്നുള്ളത്. ഡേ കെയറിലേക്ക് പോകുമ്പം സ്കേറ്റിംഗ് ഷൂ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാശിയാണ് കേട്ടോ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. സ്കേറ്റിംഗ് ഷൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു മേൽനോട്ടത്തിൽ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ എങ്ങാനും വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര അപകടമായിരിക്കും. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ മുഖത്ത്. നമുക്ക് എന്തായാലും ഇറങ്ങാം. ഇന്ന് നമുക്ക് ലൈറ്റ് കുറവ്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇനി ഇപ്പം നാട്ടിലേക്ക് പോകാനായിട്ട് ഹാർഡ്ലി ഒരു 10 ഡേയ്സേ ഉള്ളൂ കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ ട്രോളി ബാഗിൻ്റെ പിടിയൊന്ന് പൊട്ടിപ്പോയി. അതിനു മുമ്പ് ആ ഒരു പിടിയൊന്ന് പൊട്ടിപ്പോയി. അതൊന്ന് ശരിയാക്കാനുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഷൂട്ടുണ്ട് കേട്ടോ. ഷൂട്ടിന് പോവാണ്. പറഞ്ഞ ഡേ കെയറിൽ വിട്ടിട്ട് വേണം ഷൂട്ടിന് പോവാനായിട്ട്. പിന്നെ അങ്ങനെ സ്റ്റേക്കേഷന് പോകുന്നതിൻ്റെ കുറച്ച് ചെറിയൊരു പാക്കിങ്ങും പിന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് എൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ പറയുമ്പോഴേ അമ്മ പറയും, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പെണ്ണേ എന്നുള്ളത് പറയാറുണ്ട് കേട്ടോ. എന്ത് സമാധാനക്കേടാണ് എന്നുള്ളത് ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇന്നിതാ പാറു സ്കേറ്റിംഗ് ഷൂ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച സമയത്താണ് അമ്മ പണ്ട് പറഞ്ഞ ഒരു സമാധാനക്കേട് എന്താണെന്നുള്ളത് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നത്. കാരണം പാറു പോയിട്ട് അവിടുന്ന് സ്കേറ്റിംഗ് ഷൂ യൂസ് ചെയ്യുമോ, ഇനി എങ്ങാനും വീഴോ എന്നൊക്കെയുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു പണ്ട് അമ്മ ചിന്തിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഞാൻ ചിന്തിച്ച് എത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത് സ്വന്തം മക്കളെ കുറിച്ചുള്ള അമ്മമാരുടെ ആവിലാദ്യം വേവിലാദ്യമൊക്കെ എത്ര ജനറേഷൻ മാറിയാലും സെയിം ആയിരിക്കുന്നു. ഈസി സ്റ്റോറിലേക്ക് എത്തുമ്പോഴേക്ക് ഇവിടെ വ്ളോഗേഴ്സിനെ തട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. 1 2 3 പേരുണ്ട് കേട്ടോ ഓൾറെഡി. നമ്മൾ ഏതായാലും പെട്ടെന്ന് തീർത്തിട്ട് പോവാൻ നോക്കുകയാണ്. ഇത് 5:52 ആയിട്ടോ. ലൊക്കേഷനിലെ ചെറിയൊരു കൺഫ്യൂഷൻ. നമ്മുടെ ബാഗ് റെഡിയാക്കാൻ കൊടുക്കണമല്ലോ. അപ്പം ഏട്ടനൊന്ന് കൺഫേം ചെയ്യാൻ പോയതാ, അതിലൂടെ പോയിട്ടല്ലേ എന്നുള്ളത്.
ഇല്ലെങ്കിൽ വെറുതെ ആ ബാഗും എടുത്തിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. പോയിട്ടുണ്ട്, കാണുന്നില്ല. ഇതാ വരുന്നു, കൺഫേം ചെയ്ത വരവാണല്ലോ. നാട്ടിലാണ് നല്ലത്. ഇത് നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ ആ ബാഗിന്റെ ഇത് പൊട്ടിണ്ടായിരുന്നില്ലേ? എന്നിട്ട് നമ്മള് കൊണ്ടുപോയില്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ നിന്ന് എടുത്തു ഇതും കൂടി പൊട്ടിയാൽ അത് കൊണ്ടുപോയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിക്കാം, അതാ ബെറ്റർ. നമ്മൾ ബാഗിന് പിടിയിടണമെങ്കിൽ ഹാൻഡിൽ വെക്കണമെങ്കിൽ ഹാൻഡിൽ വേണമല്ലോ. ഹാൻഡിൽ അവരുടെ അടുത്ത് സ്റ്റോക്കില്ല. ഇപ്പം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതല്ലേ, എല്ലാവരും നാട്ടിൽ പോകുമ്പം കുറേ പേര് ഇതേ ആവശ്യത്തിന് വന്നു. അതുകൊണ്ട് ഹാൻഡിലൊക്കെ തീർന്നു പോയി, അതുകൊണ്ട് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഈവനിങ് ടൈമിൽ നമ്മൾ പുറത്താണെങ്കിൽ ഉള്ള ഒരു ശീലമാണ് ചായ കുടിക്കുക എന്നുള്ളത്. ചായ കോഫിയൊന്നും എൻ്റെ ശീലത്തിലുള്ള ഒരു കാര്യമല്ല കേട്ടോ. ചില ആൾക്കാരുണ്ടല്ലോ വൈകുന്നേരം 4 മണിക്കുള്ള ചായയൊക്കെ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരുന്നു പറയുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ചായ കോഫി അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ്. പക്ഷെ ഇപ്പം വൈകുന്നേരമൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ചായ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു തോന്നലിനെ അത്രയ്ക്ക് അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പലരും ആ ഒരു ചായ കോഫി അഡിക്ഷനൊക്കെ കുറയ്ക്കാൻ നോക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ശീലം ഞാനങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് കുടിച്ചത് ഒരു മസാല ചായയും പിന്നെ ഞാനൊരു ചോക്ലേറ്റ് ചായയായിരുന്നു കേട്ടോ. ചായയിൽ എനിക്ക് അങ്ങനെ സ്പൈസസ് കൂടുതലുള്ള ചായയൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല. പക്ഷേ ഏട്ടന് നല്ല ഇഷ്ടമാണ്. ഞാൻ ഓർഡർ ചെയ്ത ചോക്ലേറ്റ് ചായ എനിക്കിഷ്ടമായിട്ടോ, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്തത് ഇലയട, പഴംപൊരി, പിന്നെ ഏട്ടൻ ഒരു ചിക്കൻ നിറച്ചതോ അങ്ങനെ ഒരു സ്നാക്സ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ബാക്കിയുള്ള സ്നാക്സൊക്കെ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ ഗുബ്രയിലുള്ള നൈസി വേൾഡിൽ നിന്നായിരുന്നു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ചായാസ് കിട്ടുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ ഏട്ടൻ്റെ അനിയൻ പുതുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഫ്ലാറ്റിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ രാജ്, അതായത് ഏട്ടൻ്റെ അനിയൻ, എത്ര വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആള് കുളിക്കാൻ എങ്ങാനും കയറിയതായിരുന്നു എന്ന് തോന്നുന്നു. അവൻ സെൻഡ് ചെയ്ത ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിൽഡിംഗ് നമ്പർ ഒന്നും അറിയാത്തതുകൊണ്ട് എവിടേക്ക് പോകണം എന്നറിയാതെ നമ്മളിങ്ങനെ കുറച്ച് നേരം അവിടെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. പിന്നെ ഫൈനലി അവൻ ഫോൺ എടുത്തു. നമ്മളങ്ങനെ ഫ്ലാറ്റിൽ പോയി ഫ്ലാറ്റൊക്കെ കണ്ട്, പിന്നെ അവൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണല്ലോ അത്. അപ്പോൾ കൂടുതൽ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലാറ്റ് തന്നെയായിരുന്നു. ഇതിനു മുമ്പ് അവൻ മഹൂദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. ഒമാനിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും. അത് ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. പോയി തിരിച്ച് വരുന്നത് വരെ ഞാനൊരു ഡിപ്രഷനിലേക്ക് ഇങ്ങനെ വഴുതി വീഴുന്നത് പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അയ്യോ, അങ്ങനെ നമുക്ക് മനുഷ്യന്മാരെയൊന്നും അത്രയ്ക്ക് അങ്ങ് അവിടെ കാണാനായിട്ട് കഴിയില്ല കേട്ടോ. ഒരു വിജനമായൊരു സ്ഥലം, അതും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അവിടെയായിരുന്നു അവൻ്റെ പ്രൊജക്റ്റ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഇപ്പോൾ മസ്കറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അത് എന്തായാലും വലിയൊരു ആശ്വാസമായിട്ട് നമുക്കും അവനും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അവന്യൂസ് മാളിലേക്കാണ്. ഇവിടേക്ക് എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അവൻ നാട്ടിലാണ് സെറ്റിൽഡ് ആവാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു സ്വന്തം സഹചാരി, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവന് വേണ്ടിയിട്ട് എന്ത് വാങ്ങിക്കും ഗിഫ്റ്റായിട്ട് എന്നൊക്കെയുള്ളത് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മൾ കരുതി എന്നാലൊരു സൺഗ്ലാസ് തന്നെ വാങ്ങിച്ചേക്കാന്നുള്ളത്. നമ്മൾ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഉള്ള ഒരു നിർബന്ധമാണ്, നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് ചെയ്യുന്നത് അവർക്കത് യൂസ്ഫുള്ളും ആയിട്ടിരിക്കണം. പിന്നെ എപ്പോഴും അവർ യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കണം. ഇപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്യും, പിന്നെ അത് നാശമാകുമ്പോൾ കളയുമല്ലോ. ഇപ്പോൾ ഒരു സൺഗ്ലാസ് ഒക്കെ ആണെങ്കിൽ കുറച്ചധികം നാൾ അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ ഫൈനലി നമ്മൾ സൺഗ്ലാസ് വാങ്ങിക്കാമെന്ന് കരുതി കേട്ടോ. ഈ ഒരു സൺഗ്ലാസിനെ കുറിച്ച് എനിക്ക് മുമ്പൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണയായിരുന്നു. ഒരു മാസിന് വേണ്ടിയിട്ട് വെക്കാണ്, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് വെക്കാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു പ്രവാസി ആയതിനു ശേഷമാണ് ഈ ഒരു സൺഗ്ലാസ് എന്തിനാണ് വെക്കുന്നത്, ഇതിന്റെ ഉപയോഗം എന്താണെന്നൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഇപ്പോൾ ദാ പുറത്ത് ഇറങ്ങണമെങ്കിൽ സൺഗ്ലാസ് ഇല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴാണ് അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാട്ടോ. ഇപ്പം നാട്ടിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മിക്ക ആൾക്കാർ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്റ്റൈലിന് വേണ്ടിയിട്ട് കൂടി ആണെങ്കിൽ പോലും സ്റ്റൈലിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ്.
ഞാൻ എത്ര നാളായിന്നറിയോ എൻ്റെ 16 Pro Maxന് ഒരു കവർ തിരഞ്ഞ് നടക്കുന്നു. ഇവിടെ എല്ലായിടത്തും 17 Pro Maxൻ്റെയൊക്കെയാണ് കവർ ഉണ്ടാവുക. 17 Pro Max ഉള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? നമ്മൾ 16 Pro Max ഉള്ളവർക്കും വേണ്ട കവർ എവിടെയും നോക്കിയാൽ കിട്ടില്ല കേട്ടോ. ഉണ്ടാവും, പക്ഷെ അതെല്ലാം ഒരു ഔട്ട് ഓഫ് ഫാഷൻ അങ്ങനെയായിരിക്കും. നല്ല കവറൊക്കെ 17 Pro Max ഉള്ളവർക്ക് മാത്രം. ഞാൻ പ്രതിഷേധം അറിയിക്കുന്നു. ഞാൻ കുറേ സ്ഥലത്ത് നോക്കിട്ടോ, എല്ലായിടത്തും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ചില ഷോപ്സൊക്കെ വീഡിയോസിലും റീൽസിലൊക്കെ കണ്ടിട്ട് പോണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഷോപ്പായിരുന്നു അവന്യൂസ് മാളിൽ ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്ന അഫോർഡബിൾസ്. കുറേ റീൽസൊക്കെ കണ്ട സമയത്ത് നല്ല കുറച്ചധികം കളക്ഷൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോയ സമയത്ത് ഇനി പുതിയ കളക്ഷൻ വരാനിരിക്കുന്നത് കൊണ്ടാണോ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഒന്നും അങ്ങ് മനസ്സിന് പിടിക്കുന്ന നല്ല കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലതൊക്കെ ഇഷ്ടമാവും, പക്ഷേ ഇട്ട് നോക്കുന്ന സമയത്ത് അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല, സൈസ് കറക്റ്റ് ആയിരിക്കില്ല. എന്തോ എനിക്ക് ഇത്തവണ അഫോർഡബിൾസ് പോയ സമയത്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്, പക്ഷേ വിചാരിച്ച ആ ഒരു കളക്ഷൻസും കാര്യങ്ങളും ഒന്നും എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കി, പക്ഷേ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നതൊന്നും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടനും ഈ ഒരു സെയിം ഒപ്പീനിയൻ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ളതും ഷൂട്ടിനൊക്കെ ആവശ്യമായിട്ടുള്ളതൊക്കെ അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, പക്ഷേ കിട്ടിയിട്ടില്ല. എന്നാൽ പിന്നെ ഒന്ന് സെന്റർ പോയിന്റിൽ കയറി നോക്കാന്ന് വിചാരിച്ചു കേട്ടോ. അവിടുന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു 2-3 ടീഷർട്സ് ഒക്കെ കിട്ടിയിട്ടോ. ഈ ഒരു കവറൊക്കെ തൂക്കി പിടിച്ചു പോകുന്ന ഈ ഒരു മനുഷ്യന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പോയ ഞാൻ ആരായി? ശശിയായി. എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആരാണ് നോക്കി കുട്ടി? എങ്ങനെ ഉണ്ടായിരുന്നു ഡേ? എന്ത് ശ്രീയന്റെ കേട്ടില്ല അമ്മ. എവിടുന്ന ചോക്ലേറ്റ് ആണോ? അവിടെ എന്തോ ഒരു റെഡ് കളർ ഉണ്ട്. അവിടെ എത്തിയിട്ട് നോക്കാം എന്തായതാ. അച്ഛന് ജലദോഷാണ്, വൈറസ് ആണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് പാറുവിനെ ഡേ കെയർന്നും പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോയത് പാറുവിന്റെ ജംഷി അങ്കിളിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. ജംഷി അങ്കിളും പുതുതായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ എത്തിയിട്ട് നമുക്ക് നാളെ ജബൽ ഷംസിലേക്ക് പോവാനുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവന്റെ പുതിയ ഫ്ലാറ്റ് എനിക്ക് കാണുകയും ചെയ്യാലോ. സ്ഥലത്ത് ജംഷി അങ്കിൾ പോയിട്ടുണ്ടാവും, അതുകൊണ്ട് പാറുക്കുട്ടിയുടെ ആ ഒരു കുഞ്ഞ് മനസ്സിൽ വിചാരിച്ചു വെച്ചേക്കുന്നത് പാറുക്കുട്ടിയുടെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ജംഷി ആണെങ്കിൽ അവന്റെ ജോലിയുടെ ആവശ്യത്തിനൊക്കെ ഓരോ ആഴ്ച എന്നുള്ള രീതിയിൽ ഓരോ കൺട്രി വിസിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും മാഗ്നറ്റ്സ് ഒക്കെ കണ്ട സമയത്ത് ആള് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിക്കാണ്, ഇത്രയൊക്കെ കൺട്രീസിൽ ജംഷികൾ പോയിട്ടുണ്ടോ എന്നുള്ളത് രീതിയിൽ. ഇപ്പൊ വിളിച്ചാലും ജംഷി ഉണ്ടല്ലോ, ഞാൻ വീട് സോർട്ട് ചെയ്തോണ്ടിരിക്കുക. വീട് ഞാൻ കരുതി എല്ലാം സോർട്ട് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് കഴിഞ്ഞ 2 ആഴ്ച സോർട്ട് ചെയ്തു. ഒരാഴ്ച മുമ്പ് നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കാർട്ടൺ ബോക്സ്. ഒറ്റ കാർട്ടൺ ബോക്സിൽ കുറേ നാളായിട്ട് ഞാൻ തെരഞ്ഞു നടക്കുന്ന ഒരു ബുക്കാണിത്. ദിവന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി അടക്കം ഇട്ടതാണ്. ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞിട്ട് ചെങ്ങായി പറഞ്ഞില്ല. ഇത് ഇങ്ങനത്തെ ലെറ്റേഴ്സാണോ? എനിക്ക് ഇങ്ങനത്തെ ലെറ്റേഴ്സ് ഐ ഡോണ്ട് ലൈക്ക്. ഞാനങ്ങനെ വലിയൊരു വായനാശീലമുള്ള ഒരാളൊന്നുമല്ല കേട്ടോ. ആരെങ്കിലും ഒരു ബുക്ക് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ആ ഒരു ബുക്ക് എടുത്ത് വായിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കൈൻഡ് ഓഫ് കുറച്ച് ബുക്ക് ഉണ്ട് കേട്ടോ. ആ ഒരു കൈൻഡിൽ വരുന്ന ആ ഒരു ബുക്സും ഞാൻ വായിക്കുന്നു മാത്രം. പിന്നെ എനിക്ക് ഇതുപോലുള്ള ലെറ്റേഴ്സൊക്കെ ഉള്ള ബുക്കൊക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് മടുക്കൂട്ട്. ഈ ഒരു ചെറിയ ലെറ്റേഴ്സൊക്കെ ഉള്ളത്. ഈ ഒരു ബുക്ക് ഞാൻ അത്രയ്ക്കും വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും ആ ഒരു ബുക്ക് എടുത്തൊരു 2 പേജ് മറിച്ചപ്പോൾ തന്നെ എനിക്ക് മടുത്തു കേട്ടോ. അത് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ബുക്ക് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ ഷൂറൊക്കെ എവിടെ നിന്നാ വാങ്ങിച്ചേ?
അതിൽ 2 ഇതുണ്ട്, മനസ്സിലായോ? ആ ഒരു ഷൂ റാക്ക് കൊള്ളാലേ, കാണാനും ഭംഗിയുണ്ട്. അകത്താണെങ്കിലും അത്യാവശ്യം നല്ല കുറച്ചധികം ഷൂസൊക്കെ വെക്കാനുള്ള സ്പേസും ഉണ്ട്. അടുത്തതായിട്ട് വാങ്ങിക്കേണ്ട ഒരു ലിസ്റ്റിലുള്ളതാണ് ഷൂ റാക്ക്. അപ്പം എന്തായാലും ഇത് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ നമ്മുടെ കൈൻഡ് ഓഫ് ലൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു 300 പൈസ കടയിലെ ഫുഡായിരുന്നു കേട്ടോ. ദോശയും ബീഫും, പിന്നെ ഏട്ടൻ ഗീ റൈസും, പിന്നെ ബീഫ് റോസ്റ്റും ചിക്കൻ കറിയും. അതായിരുന്നു ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത്രയ്ക്കങ്ങ് ലൈറ്റ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് ഇന്നൊക്കെ ടാസ്കൊക്കെ തീർത്ത് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് 12:40 1 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പാതിരാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നാളെ ഒരു ട്രാവൽ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പോയി വേഗം ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ചാച്ചി ഇറങ്ങാം. അപ്പോൾ അടുത്തൊരു ദിവസത്തിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ ഞാൻ കുളിച്ച് റെഡിയായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ നമ്മൾ ഇവിടെ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാറു ഇന്നലെയേ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് രാവിലെ നൂഡിൽസാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ എപ്പോഴൊന്നും ഞാൻ കൊടുക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു നൂഡിൽസ്. അപ്പോൾ ആൾ ഇങ്ങനെ ഇടയ്ക്കൊരു കൊതി പറയും. ആ ഒരു സമയത്ത് മാത്രം ഞാൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് നൂഡിൽസ്. അതുകൊണ്ട് തന്നെ നൂഡിൽസ് ഉണ്ടാക്കുന്ന ദിവസം ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കിച്ചൺ ക്ലീനിങ്ങും പാരലായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്തെ വീട് ക്ലീനായിട്ട് കിടക്കണം, എന്നാൽ മാത്രമേ ഒരു സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് കഴിയുള്ളൂ. പിന്നെ തിരിച്ചെത്തുമ്പോഴാണെങ്കിലും നമ്മൾ ടയേർഡായിട്ടായിരിക്കുമല്ലോ വരുന്നുണ്ടാവുക. ആ സമയത്ത് വീടിങ്ങനെ വലിച്ച് വാരി അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു ദേഷ്യവും ഒരു പ്രാന്തും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് കുറച്ച് അല്ലറ ചില്ലറ ക്ലീനിങ് കൂടി ബാക്കിയുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും 2 ഓപ്ഷൻ തരാണെങ്കിൽ, എനിക്ക് വീട്ടിലിരിക്കാനാണോ ഇഷ്ടം അല്ലെങ്കിൽ പുറത്ത് പോകാനാണോ ഇഷ്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ ടൈമിലും ഞാൻ പ്രിഫർ ചെയ്യുക വീട്ടിലിരിക്കാനാണ് കേട്ടോ. എനിക്ക് എൻ്റെ ആ ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടല്ലോ, അതായത് ഒന്ന് സോഫയിൽ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ഒരു പില്ലോ ഒക്കെ വെച്ചിട്ട് ഒന്ന് പുതച്ച് മൂടി ഫാനും AC ഒക്കെ നന്നായിട്ട് തണുപ്പിച്ച് റൂമൊക്കെ തണുപ്പിച്ച് ഒരു ഇഷ്ടപ്പെട്ട ഒരു മൂവിയൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് എന്താണെന്നറിയില്ല ഈ ഇടയായിട്ട് ഭയങ്കര ഒരു മനസ്സിനൊരു ഹെവിനെസ് ആണ്, ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി എന്താണെങ്കിലും ഒരു ചേഞ്ച് അത്യാവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാവൽ പ്ലാനും കൂടി വന്നപ്പോൾ എന്തായാലും ബെസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ഈ ഒരു ട്രിപ്പിന് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോവാണെന്നുള്ളത്. അവൻ്റെ ഒരു ഫെയർവെൽ പാർട്ടി കൂടിയാണ് കേട്ടോ. ഒരു ഫെയർവെൽ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും ഇനി എപ്പോഴാണ് ഒമാനിലേക്ക് വരാമെന്നുള്ളതൊന്നും അറിയില്ല. ഇനി നാട്ടിൽ പോകുമ്പോഴായിരിക്കും മേ ബി അവനെ കാണാനായിട്ട് കഴിയുക. അപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെ, ഒരു അനിയൻ, ഒരു ബ്രദറിനെ പോലെ ഇവിടേക്ക് ഉണ്ടായിട്ട് പോകുന്ന സമയത്ത് ഒരു ലാസ്റ്റ് ഒരു നല്ല കുറച്ച് ഓർമ്മകൾ എന്നുള്ള രീതിയിലുള്ള ഒരു ട്രാവലാണ് കേട്ടോ ഇത്. ഇപ്പം മസ്കറ്റിൽ അത്യാവശ്യം നല്ല ചൂടാണ്, പക്ഷെ നമ്മൾ പോകുന്ന പ്ലേസിൽ ടെമ്പറേച്ചർ കുറവാണ് കേട്ടോ. 15 ഒക്കെ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു നൈറ്റ് മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. എന്നാലും അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ പാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെയും ഏട്ടൻ്റെയും പാറുവിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മളൊരു 1 വീക്കിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഗെറ്റപ്പിലായിരുന്നു നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ജാക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് അത്യാവശ്യം സ്പേസ് പോകുമല്ലോ. പാക്കിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് കാര്യമായിട്ട് എൻ്റെതും പാറുക്കുട്ടീൻ്റെതുമാണ് കേട്ടോ. ഏട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് പാക്ക് ചെയ്ത് എടുത്തു വെക്കുക. അത് ഏട്ടനാണ് കൃത്യമായിട്ട് അറിയാം ഏട്ടന് എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ പാക്കിങ് ഡ്രസ്സൊക്കെ ഓൾമോസ്റ്റ് എടുത്തു കഴിഞ്ഞു. ഇനി നമ്മുടെ സ്കിൻ കെയർ മേക്കപ്പ് ഐറ്റംസ് ആണ് കുറച്ച് എടുക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പം അതും ഒരു പൗച്ചിലാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി നമുക്ക് ബാഗ് എടുക്കാൻ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ പാറുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിഞ്ഞതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ സമയം 10 മണിയായിട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ റെഡിയായി നിന്നു. ഇനി ഞാൻ കാരണം ലേറ്റായി എന്നുള്ളത് വേണ്ടല്ലോ. ഇതുണ്ടോ എൻ്റെ മിററൊക്കെ നോക്ക്, ചൂട് കാരണം പൊട്ടിപ്പോയിട്ടോ.
അപ്പോൾ 11:30 ആകുമ്പോൾ ചെക്കന്മാർ വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല ചൂടാട്ടോ അവിടെ. 15 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിതാ ഇവിടുന്ന് 50 ഡിഗ്രിന്ന് 15 ഡിഗ്രിയിലേക്കാണ് പോകുന്നതിന് മുമ്പ് മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പുറത്ത് ഉണങ്ങാനായിട്ട് വിരിച്ചിട്ടേക്കുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളത്. നമ്മുടെ ടീഷർട്സിന്റെ മുകളിലൊക്കെ പ്രിന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിപ്പം ഈ ഒരു വെതർ കാരണം ഭയങ്കരമായിട്ട് ഹീറ്റ് ഷ്രിങ്കേജ് ഒക്കെ വന്നിട്ട് നാശമായി പോകുന്നുണ്ട് കേട്ടോ. ഒരു മിക്ക ടീഷർട്ട് ഇപ്പം യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ എടുത്ത് വെക്കാനൊക്കെ മറക്കുന്നതുകൊണ്ട്. റെഡിയാണ്. നിങ്ങളോ? റെഡിയാണോ? കമറ് 2 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും. കമറ് ഇവിടെ എത്തിയാൽ നേരിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാട്ടോ. ആയിക്കോട്ടെ. ബുദ്ധി നമുക്ക് കൂടുതലാണല്ലോ. ഇന്നലെ അല്ല വലിയ ചെമ്പിലാക്കി പിടിച്ചിട്ട് ഈ ചെമ്പിനൊക്കെ കൊള്ളാതെ പഠിക്കാം. വലിയത് വാങ്ങാൻ വലിയ സാധനം ഇങ്ങനത്തെ വലുതില്ലേ വീതിയില്ല, ഡെപ്ത് ഉണ്ട് പക്ഷെ വീതിയില്ല. അപ്പുറത്തുണ്ടാവും കരാമേൽ അവിടെ ഇല്ലെങ്കിൽ അത് എഴുതാനേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ല എന്ന് പറയുന്ന പോലെ. ഇന്നലെ നമ്മൾ വലിയ കാര്യത്തിൽ രാത്രി പോയിട്ട് മാരിനേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തതാണല്ലോ. ഇനി ലാസ്റ്റ് മിനിറ്റ് ഹറിബറി വേണ്ട, രാവിലെ ഒന്നിനും നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേക്കാൻ റെഡിയാവാ പോവാന്നുള്ള ആ ഒരു കാര്യം മാത്രം മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ തെർമോകോൾ ബോക്സും ഒക്കെ വാങ്ങി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം സെറ്റായിരുന്നു. പക്ഷെ രാവിലെ നോക്കിയപ്പോൾ ആ ഒരു തെർമോകോൾ ബോക്സ് കാണാനില്ല. ഇനി കള്ളന്മാർ കൊണ്ടുപോയതാണോ? ജംഷിയുടെ വീട്ടിൻ്റെ പുറത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അവന് വേണ്ടാതെ വെച്ചതാണെന്ന് കരുതിയിട്ട് ആരെങ്കിലൊക്കെ എടുത്തു കൊണ്ടുപോയത് ാണോന്നും അറിയില്ല. അങ്ങനെ തെർമോകോൾ ബോക്സ് രാവിലെ വാങ്ങിക്കാനൊക്കെ പോയിട്ട് കുറച്ച് സമയം അങ്ങനെ അവിടെ ഇവിടെ അങ്ങ് പാളിപ്പോയി. 11:30 ഇറങ്ങേണ്ട നമ്മള് ഒരു 12 മണിക്കെങ്കിലും ഇറക്കുന്നുണ്ട് കേട്ടോ. പാറുവിന് വേണ്ടിയിട്ട് ഈ ഒരു ബുക്കും കളർ പെൻസിലൊക്കെ എടുത്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം പാറുക്കുട്ടി ഫുൾ ഈ ഒരു ബുക്കിൽ ആക്ടിവിറ്റീസും കളറിംഗ് ഒക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. മസ്കറ്റിൽ നിന്ന് ജബൽ ഷംസിലേക്ക് ഏകദേശം 3.5-4 മണിക്കൂറിനടുത്താണ് ഡ്രൈവ് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയം അത്രയും പാറുവിനെ എൻഗേജ്ഡ് ആക്കി വെക്കാന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നില്ല. എന്തായാലും ഈ ബുക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടും നന്നായി. ആദ്യം തന്നെ നമ്മൾ പോയത് ഏട്ടൻ്റെ അനിയനെ പിക്ക് ചെയ്യാനായിരുന്നു. അവനെ പിക്ക് ചെയ്ത് പിന്നെ അടുത്ത നമ്മുടെ ലക്ഷ്യം ഫഞ്ചയിലുള്ള അറബ് വേൾഡ് ആയിരുന്നു. ഇവിടുന്ന് ട്രാവൽ തുടങ്ങുമ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു കേട്ടോ. ഫഞ്ചയിലുള്ള അറബ് വേൾഡിൽ എത്തിയിട്ട് നല്ല ചൂട് സൂപ്പ് കുടിക്കുക, പിന്നെ അവിടുത്തെ ബീഫ് ഷുവ കഴിക്കുക, മട്ടൻ ഷുവ കഴിക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു. ആക്രാന്തം കുറച്ചൊന്ന് കൂടിപ്പോയത് കൊണ്ടാണോ, കൗതുകം കുറച്ചൊന്ന് കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയില്ല, വിചാരിച്ചത്ര ഫുഡ് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ പ്ലേറ്റ്? കൊള്ളാലേ. പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, കാർബൺ ഉണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കാം. കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ഹെവിനെസ് ആയിരുന്നു. എന്തൊക്കെ ചെയ്തിട്ട് ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഒട്ടും ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും അത്രയ്ക്ക് അങ്ങ് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം എന്താണെന്നുള്ളത് ഞാനും ഏട്ടനും ഇരുന്ന് കൂലങ്കഷമായിട്ട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മേ ബി ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഡ്രം ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായി. അതിനുശേഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലൈസൻസ് കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റിലും ലൈസൻസ് കിട്ടിയില്ല. അത് രണ്ടും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ കിട്ടാതിരുന്നത്. കാരണം ഞാൻ ഓവറായിട്ട് കോൺഷ്യസ് ആയിട്ട് വെറുതെ ആ തെറ്റ് പറ്റുമോ, ഈ തെറ്റ് പറ്റുമോ, ഞാൻ ഇങ്ങനെ എടുക്കുമ്പം ശരിയാവില്ലേ എന്നൊക്കെ വെറുതെ ഒരാവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ സ്ട്രെസ് അടിച്ചിരുന്നിട്ട് മൈൻഡിന് വല്ലാത്തൊരു സ്ട്രെസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ലൈസൻസ് കിട്ടാന്നുള്ളത് അത്ര വലിയൊരു ഈസി ടാസ്ക് ഒന്നല്ല. പലർക്കും 6, 7 കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് 2 കഴിഞ്ഞുള്ളൂ, 3-ാമത്തതിലും 4-ാമത്തതിലൊക്കെ നമുക്ക് നോക്കാമെന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എനിക്കത് ഭയങ്കര ഒരു സ്ട്രെസ്സായിരുന്നു കേട്ടോ. രാവിലെ ഡ്രൈവിംഗ് ലൈസൻസിനായിട്ട് ആ ഒരു ടെസ്റ്റിന് പോകുന്ന സമയത്തൊക്കെ വല്ലാത്തൊരു ഫീലായിരുന്നു. എനിക്ക് മുമ്പ് ഇതുവരെ ആയിട്ട് എത്രത്തോളം എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ എല്ലാം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ടായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വൈവൊക്കെ പോകുന്ന സമയത്ത് എന്നെ കാണാനായിട്ട് എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ വരുമായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഞാൻ എങ്ങനെയാണ് കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് അറിയാനായിട്ട്. ചിലരൊക്കെ പറയാറുണ്ട് ബിന്ദിയനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് എന്നുള്ളത്. ബാക്കി എല്ലാവരും എക്സാമിൻ്റെ ടെൻഷനിലും സ്ട്രെസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ ആ ഒരു സമയത്തൊക്കെ കൂളായിരിക്കും കേട്ടോ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ കാര്യം വന്ന സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് മെൻ്റൽ പ്രഷറോ സ്ട്രെസ്സൊക്കെ ആയിരുന്നു കേട്ടോ. അത്
ആ ഒരു സമയത്തൊക്കെ വല്ലാതെ എൻ്റെ ഡെയിലി ആക്ടിവിറ്റീസും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ലൈസൻസ് കിട്ടി. മൂന്നാമത്തെ അറ്റംപ്റ്റിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് ഞാൻ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കൂളായിട്ട് പോലീസ് അടുത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ മറന്നിട്ടായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താ കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി, കൂളായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ലൈസൻസ് കിട്ടി, യു പാസ് എന്നുള്ളത് എൻ്റെ പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ആ ഒരു സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടല്ലോ എവിടേക്കൊക്കെയോ ഇങ്ങനെ മെൽട്ടായി പോയിട്ട് ആ ഒരു ഹെവിനെസ് അങ്ങനെ തന്നെ അങ്ങ് എടുത്ത് ആരോ മാറ്റിയതുപോലെയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു കാര്യമായിരുന്നു എന്നെ ഇത്രത്തോളം ടെൻഷൻ അടുപ്പിച്ചെന്നുള്ളത്. എന്തൊരു ഡ്രൈ ആണല്ലേ പുറത്തേക്ക് കാണാനായിട്ട്. എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ വരണ്ട് കിടക്കുന്ന ഭൂമിയൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു മനസ്സിനൊരു സങ്കടമോ ടെൻഷനോ സ്ട്രെസ്സൊക്കെ വരാറുണ്ട് കേട്ടോ. അത്രയും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് വരാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ളതായിരുന്നു ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് വരാമെന്നുള്ളത് തീരുമാനിച്ചത്. ഈ ഒരു സമയത്ത് വേറെ എവിടെ മസ്കറ്റിലും പോകാൻ പറ്റില്ല, അത്രയ്ക്കും നല്ല ചൂടാണ്. ഇവിടെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് തണുപ്പുണ്ടല്ലോ. എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഭൂപ്രകൃതി ഇഷ്ടമല്ലെങ്കിലും ആ ഒരു തണുപ്പ് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് പിടിച്ചു കൊടുക്കും. അപ്പൊ അത് പറിച്ചിട്ട് തരാം. എൻ്റെ കുട്ടിക്ക് പിന്നെ പട്ടി, പൂച്ച, കോഴി ഇത്യാദി സാധനങ്ങളോടൊക്കെ കൗതുകം ഇത്തിരി കൂടുതലായതുകൊണ്ട് ആളവിടെ ആടിനെയും തീറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ഇതിനെ പറയാം ഗംബുള്ളി എന്നാണ്. അതായത് ബൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ. നേരത്തെ കണ്ട ആ കുട്ടികളും അത് തന്നെയായിരുന്നു സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പറിച്ച് തിന്നുകൊണ്ടും പിന്നെ ആടിനെ ഫീഡ് ചെയ്തുകൊണ്ടൊക്കെ അവിടെ അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും ജംഷിയും കമറും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പാറുവിൻ്റെ കൂടെ അവിടെ ആടിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ റിസോർട്ട്. വാവ്, നല്ല വമ്പൻ ഭീകരമായിട്ടുള്ള വ്യൂ അല്ലേ അവിടെ നിന്ന്. അപ്പം ഏതായാലും റൂമിനകത്ത് കയറിയിട്ട് എല്ലാം വലിച്ച് അലങ്കോലമാക്കുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് നമ്മളൊരു റൂം ടൂർ തരാം കേട്ടോ. ഇതാണ് നമ്മളെ റൂം വരുന്നത്. ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെയും രാത്രിയിലും പകലൊക്കെ നമുക്ക് ആ ഒരു വ്യൂ കണ്ടുകൊണ്ട് അവിടെ അങ്ങ് കിടക്കാം. പിന്നെ അതാ ചെറിയൊരു മിറർ ഉണ്ട് ഇവിടെ. പിന്നെ അത് ഞാൻ ഹായ്. പിന്നെ ഇതാ ഇവിടെ ഈ ഒരു ടേബിളിൽ പിന്നെ എന്താണ് ഇതാണ് കേട്ടോ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്രൂട്ടാണത്. അത് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചതായിരുന്നു. പിന്നെ അതിവിടെ ഒരു അയ്യോ ഒന്നുമില്ല കേട്ടോ. ഒരു ഫ്രിഡ്ജുണ്ട്. ഉഗ്രം വ്യൂ ആണ്. വരുന്ന പാറോ അച്ഛനിവിടെ ഇല്ല. എന്ത് ഭയങ്കര സമാധാനല്ലേ. കുറേ സമയം എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കാം. യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം. അങ്ങ് അവിടെ വെച്ചാ മതി. എന്തായാലും ദാ ഈ ഒരു വ്യൂവും ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു പ്ലേസും എനിക്കിഷ്ടമായിട്ടോ. നല്ല കാമായിട്ട് വന്നിട്ട് എത്ര സമയം വേണമെങ്കിലും ആ ഒരു സൺസെറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. ഭയങ്കര നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലം, ഒരു ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒക്കെയുള്ള ഒരു സ്ഥലം. ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ.
ഖമറുദ്ദീൻ. ഇവനാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നത്. എന്തായാലും ഇവനെ വല്ലാതെ മിസ് ചെയ്യും കേട്ടോ. അതായത് നമുക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പോലും അതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉപദേശിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടായിരിക്കും നമ്മുടെ അങ്ങനത്തെ ഒരാളെ കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരാൾക്കാരാണ് ഈ 2 പേരും കേട്ടോ. അതിൽ ഒരാളാണ് ഇവിടുന്ന് ഒമാനിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ഒരു തീരാത്ത നഷ്ടം തന്നെയാണ്. എപ്പോഴും നമ്മൾ അവനെ മിസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ വലിയൊരു കുന്നിൻ്റെ മുകളിലാണല്ലോ ഉള്ളത്, മലേൻ്റെ മുകളിൽ കേട്ടോ. അപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റൊക്കെ കുറവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രോസേൻ്റെ ഒക്കെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫൈനലി നമ്മൾ തിരഞ്ഞ് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചതാണ്. സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മൾ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെ പാറുവിനെ ഒന്ന് ഫ്രഷ് ആക്കി. ഓക്കെ പോയിക്കോ. കുട്ടികളെ നമുക്ക് പുറത്തേക്ക് പോകാം. എനിക്ക് കുളിക്കാൻ മടിയാവുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. ടയേർഡായിട്ടുണ്ട്, നല്ല ഉറക്കം വരുന്നു. ചെറിയൊരു തണുപ്പൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങാൻ തോന്നും. കുളിച്ചു. ഇനി നമ്മൾക്ക് ഗ്രില്ലിംഗ് പരിപാടിയാണ് അടുത്തത്. അപ്പം ചെറിയൊരു തണുപ്പും നല്ല ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട് അടിപൊളി ക്ലൈമറ്റ് എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. ഞാൻ കാണുന്നില്ല അതൊന്നും. കൊറേ നിഴലുകളെ കാണുന്നുള്ളൂ. നിഴലുകള് 2 കൈ കൊണ്ട് കൊടുക്ക്. എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു ട്രോളി ബാഗും, പിന്നെ ഞാൻ കുറെ സിക്ക് ലീവ് എടുക്കണോണ്ട് പെനഡോളിന്റെ ഒരു പാക്കറ്റും, കുറെ പെർഫ്യൂം അടിക്കണോണ്ട് ഒരു സോപ്പും, വെറൈറ്റി ഗിഫ്റ്റ് വെച്ചോക്ക്. നല്ല എന്നെ പോലെ നല്ല പ്രീമിയം ക്ലാസ് ഇട്ട് നടക്കണ തെണ്ടി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ലക്ഷറി ലൈഫ് ആണല്ലോ ഇനിയിപ്പോ. ബൈക്കില് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്. അവിടെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് ജഡ്ജി. അതെ അതെ അതെ, അത് ശരിയാണ്. പരിഷ്കാരി എന്ന് പറയും. എന്നാലും പറയും. ബൈക്കിലേക്ക് പോകുമ്പേ കാറിൽ പോയിക്കണ കുഴപ്പമില്ല, മാച്ച് ആവണ്ടെല്ലാം. ബൈക്ക് താങ്ക് യു. കൊള്ളാം കൊള്ളാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗെദറും ഗ്യാതറിംഗ് ഒക്കെ അത്യാവശ്യമാണ് കേട്ടോ. ഒന്നും ചെയ്യാതെ കുറേ സംഭാഷണങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ദിവസം നമ്മൾ ഭൂമിക്ക് താഴെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കാര്യമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കുക, പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു രാത്രിയായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ഓർത്തിരിക്കാൻ പറ്റിയ ഒരു രാത്രി തന്നെയായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ്. യാതൊരു ആർട്ടിഫിഷ്യാലിറ്റിയും തോന്നില്ലല്ലോ, ഇല്ലല്ലോ. ഞാൻ ആക്ച്വലി ട്രൈപോഡിലൊക്കെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും വന്ന് കിടന്ന് എഴുന്നേക്കുന്ന രീതിയിലുള്ള ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ വന്ന് പൊതിച്ചു മൂടി കിടന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത്. ഇപ്പോഴേ മിക്കപ്പോഴും ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഒന്ന് എഴുന്നേറ്റ് നിവർന്നിരുന്ന് കുറച്ച് സമയം അങ്ങനെ അങ്ങ് കണ്ണടച്ചിരിക്കുക എന്നുള്ളതാണ്. അതാകുമ്പോൾ പിന്നെ കുറച്ചൊരു 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്ത ആ ഒരു എഫക്റ്റ് കിട്ടുമല്ലോ. പിന്നെ ഇത് പാറുക്കുട്ടീൻ്റെ മാറു എന്നാണ് ഈ ഒരു ടോയുടെ പേര് കേട്ടോ. ആ ഒരു ടെഡി ബിയറിൻ്റെ അവളുടെ സ്വന്തത സഹചാരിയാണ്. ഇപ്പോൾ ഊണിലും ഉറക്കത്തിലും കുളിക്കുമ്പോഴും ഒക്കെ ഈ ഒരു ടോയ് അവളുടെ കയ്യിലുണ്ടാവും കേട്ടോ. ആള് നല്ല ഉറക്കത്തിലാണ്. ഏട്ടൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സമയം ഓൾറെഡി ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പാറുവിനെയും കൂടി മെല്ലെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാനും എഴുന്നേറ്റ് ബാക്കിയുള്ള പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കട്ടെ. ഞാൻ ആ കർട്ടനൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയപ്പോഴാണ് ആ ഒരു സത്യം, ആ ഒരു
യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. കാരണം ജബൽ ഷംസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഈവനിങ് വന്നിട്ട് രാവിലെ തിരിച്ചു പോവുക, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം അവിടെ തണുപ്പൊക്കെയാണ്, ചൂടൊന്നുമില്ല എങ്കിൽ പോലും ആ ഒരു സൂര്യൻ്റെ ആ ഒരു പ്രകാശം ഉണ്ടല്ലോ, അയ്യോ നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നത് പോലെയോ ഒരുമാതിരി ഒരു എന്താ പറയുക, ആ ഒരു സൂര്യനും അതിൻ്റെ കൂടെ ആ ഒരു കാറ്റൊക്കെ ആകുമ്പോഴില്ലേ കുറച്ച് നേരം നമ്മളൊന്ന് പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ ഒരു സ്കിന്നൊക്കെ വലിഞ്ഞിങ്ങനെ ഓവർ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പോകും കേട്ടോ. പിന്നെ ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള സൂര്യനും പിന്നെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വരണ്ട കുന്നും പ്രദേശവും മൊട്ടക്കുന്നൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ തോന്നുന്നത്. എനിക്ക് ആ ഒരു ഗദാമയോ അല്ലെങ്കിൽ ആട് ജീവിതമൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു വിഷ്വൽസ് ഇല്ലേ, അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് മറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫീലൊക്കെയാണ് തോന്നുക കേട്ടോ. ഗുഡ് മോർണിംഗ്. നമുക്ക് മുകളിൽ പോയി നോക്കാം കേട്ടോ. എന്തൊക്കെയോ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇവരെന്താണാവോ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അല്ല പറഞ്ഞത് ബ്രെഡും എഗ്ഗുണ്ട്, എഗ്ഗ് അങ്ങനെയൊക്കെയാണ്. എന്തോ നേരത്തെ ഉണ്ട് ഞാൻ മുകളിൽ നിന്ന് തട്ടലും മുട്ടലൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി നോക്കാം. മുകളിലാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ? ഉണ്ടാക്കണത്രേ? എവിടുന്ന് ആരൊക്കെ എടുക്കാൻ മറന്നേ? എന്നിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇന്നലത്തെ ചിക്കൻ ഉണ്ടല്ലോ, അതും ഈ ഒരു കുബൂസ് പോലെയുള്ള സാധനവും പിന്നെ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് ചായയിൽ മുക്കി കഴിക്കാം. അതെന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു കേട്ടോ. നമ്മൾ അത്രയും പ്ലാൻ ചെയ്തിട്ട് എഗ്ഗ് വാങ്ങിക്കണം, ഗ്രില്ല് ചെയ്യാനുള്ള സാധനം വാങ്ങിക്കണം, എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ എന്താ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. എഗ്ഗ് എടുത്തില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെയെങ്കിലും റിയലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോഴെങ്കിലും വാങ്ങിക്കായിരുന്നു. അതാരും ഓർത്തില്ല. ആരും അത് ഓർക്കാത്തത് കൊണ്ട് തന്നെ രാവിലെ എന്താണ്, ഒന്നുമില്ല കഴിക്കാനായിട്ട്. ബ്രെഡ് ഉണ്ട്, പാലുണ്ട്, അണിയനൊക്കെ എഗ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. ഒരു കാര്യമില്ല, എഗ്ഗില്ലാതെ വേറെ എന്ത് ചെയ്യാനാ. രാവിലെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന സമയത്തില്ലേ എൻ്റെ മനസ്സിലേക്ക് എന്താ അറിയോ വന്നത്, ആ ഒരു മധുര നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടല്ലോ, സെയിം ആ ഒരു വൈബാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രദേശമാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ, പ്രത്യേകിച്ച് വലിയ പച്ചപ്പൊന്നും ഇല്ലാത്ത മൊട്ടക്കുന്നൊക്കെ ആയിട്ട് ഇടക്കിടക്ക് വീശുന്ന വലിയ കാറ്റും ആ ഒരു കാറ്റിൻ്റെ സൗണ്ടൊക്കെ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. സെയിം ആ ഒരു വൈബാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വയനാട്ടിലൊക്കെ ഏതോ ഒരു മാസമൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെ ഒരു കാറ്റ് വീശാറുണ്ട് കേട്ടോ. ആ ഒരു കാറ്റ് വീശുമ്പോൾ തന്നെ അമ്മ പറയാറുണ്ട് പുറത്തേക്കൊന്നും അധികം ഇറങ്ങണ്ട, കാരണം സ്കിൻ ഇങ്ങനെ വലിഞ്ഞ് ഭയങ്കരമായിട്ട് ഓവർ ഡ്രൈ ആയി പോവാറുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു പകലൊക്കെ ഇറങ്ങുന്ന സമയത്തെ മുഖമൊക്കെ ഫേസൊക്കെ മൊത്തം കവർ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ എനിക്ക് രാവിലെ തന്നെ ചായ കുടിക്കാനായിട്ട് തോന്നിയില്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ രാവിലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലൊക്കെ ആ ഒരു വൈബ് ഒന്നിങ്ങനെ കിട്ടുന്ന സമയത്ത് രാവിലെ കുടിക്കുന്നല്ലാതെ എനിക്ക് രാവിലെ തന്നെ ചായ കുടിക്കാൻ പറ്റില്ല. പിന്നെ ബ്രെഡ് ആണെങ്കിലും കഴിക്കാൻ തോന്നിയില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും കഴിച്ചില്ല, ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ചു കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് വെച്ച്, ഇതൊരു റിസോർട്ട്, ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ ആണല്ലോ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുന്ന സമയത്ത് എനിക്ക് മിക്കപ്പോഴും ഒരു വീടിൻ്റെ ഫീൽ തന്നെയാണ് കേട്ടോ തോന്നുക. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന സമയത്ത് കിച്ചൺ ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഒക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടല്ലേ പോവുള്ളൂ. അപ്പം എനിക്കും അങ്ങനെ നിർബന്ധമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ബേസിക് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് പോകണം എന്നുള്ളത് എപ്പോഴും തോന്നാറായിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ജബൽ ഷംസിനോട് വിടാ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ റൂമാണെങ്കിലും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിക്കും ഒന്ന് കൊട്ടി വിരിച്ച് വെച്ച് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ച് ബാഗിലേക്കൊക്കെ ആക്കി പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി പോവുക, കുളിക്കുക, ഡ്രസ്സ് മാറുക, തിരിച്ച് മസ്കറ്റിലേക്ക് വരിക എന്നുള്ളതായിരുന്നു. പക്ഷേ കുളിക്കാൻ പോയപ്പോഴേ വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അത്രയും തണുപ്പൊക്കെ ആണല്ലോ, പക്ഷേ വെള്ളം വരുന്നത് ചൂടായിരിക്കുന്നു എന്ന് വിചാരിച്ചില്ല. പക്ഷേ വെള്ളത്തിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, നല്ല ചൂടായിരുന്നു. ആ ഒരു ഇവരുടെ ടാങ്കൊക്കെ ആണെങ്കിലും അവിടെ ആ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ടാങ്കിലുള്ള വെള്ളം നല്ല ചൂടാവുന്നതുകൊണ്ട് തന്നെ പൈപ്പിൽ നല്ല ചൂട് വെള്ളമായിരുന്നു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കുളിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആവശ്യത്തിന് അധികം നമ്മളെ
മിനറൽ വാട്ടർ കരുതിയത് കൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു മിനറൽ വാട്ടർ ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ കുളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ബക്കറ്റിലെങ്കിലും നമ്മൾ തലേ ദിവസം കുറച്ച് വെള്ളം നിറച്ച് വെക്കായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതൊന്ന് തണുത്തിട്ട് അത് യൂസ് ചെയ്യാൻ പാകത്തിനാവുമായിരുന്നു ആ ഒരു ചൂടൊക്കെ മാറിയിട്ട്. പക്ഷേ ബക്കറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിന് ലാസ്റ്റ് ആവുന്ന സമയത്തേക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഫൈനലി റൂമൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കർട്ടനൊക്കെ അടച്ച് നമ്മളിതാ റിസോർട്ടിനോട് ബൈ ബൈ പറയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേ ചെയ്ത റിസോർട്ട്. എന്തായാലും നല്ല ഉഗ്രൻ റിസോർട്ട് തന്നെയായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു, എന്തുകൊണ്ടും നല്ലതായിരുന്നു. ആ ഒരു വ്യൂ ആണെങ്കിലും പിന്നെ എടുത്തു പറയേണ്ടത് ആ ഒരു ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ. ബാത്റൂം ആണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്ലീൻ തന്നെയായിരുന്നു. അയ്യോ, മന്തി കഴിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഇനി എന്തെങ്കിലുമൊക്കെ കേരള ഫുഡൊക്കെ കിട്ടണമെങ്കിൽ നിസ്വ വരെ എത്തണം. ഉറങ്ങിയിട്ടാണെന്ന് തോന്നുന്നു, പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല. ആകെ ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ചോറ് കഴിക്കാതായിട്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ചോറ് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു, ചോറും മീൻകറിയൊക്കെ. പക്ഷേ കേരള ഫുഡ് കിട്ടണമെങ്കിൽ കുറച്ചധികം ദൂരം കൂടി നമ്മൾ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത് കണ്ട ഒരു മന്തി റെസ്റ്റോറൻറ്റ്, അനിയൻ സ്ഥിരമായിട്ട് വരുന്നതായിരുന്നു. അവൻ അവിടെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല ഫുഡാണെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. ഒരു പ്രതീക്ഷയില്ലാതെ കയറിയതായിരുന്നു, പക്ഷേ ഉഗ്രൻ ഫുഡായിരുന്നു. ആ ഒരു ജബൽ ഷംസിൻ്റെ ആ ഒരു മലയിറങ്ങി താഴെ എത്തിയ ഉടനെ കാണുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കേട്ടോ, നല്ല സൂപ്പർ ഫുഡായിരുന്നു. അപ്പോൾ ഇനി നേരെ അനിയനെ ആദ്യം ഡ്രോപ്പ് ചെയ്ത് നമ്മളിതാ മസ്കറ്റിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്തായാലും നമ്മൾ മൈൻഡിന് ഒരു ഹെവിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സും നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് ഒരു ട്രാവലൊക്കെ പോയിട്ട് നമ്മുടെ ആ ഒരു സെയിം അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ മാറുകയാണെങ്കിൽ തന്നെ കുറേയൊക്കെ ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നി കേട്ടോ, ഈ ഒരു യാത്ര കഴിഞ്ഞതോടെ. അപ്പം എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. പക്ഷേ ആ ഒരു മെൻ്റൽ ഹെവിനെസ് ശരിക്കും മാറിയത് എൻ്റെ ലൈസൻസ് കിട്ടിയപ്പോഴായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. പഴമില്ല.